അമരമ്പലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വിട്ടൊഴിയാതെ കരടി ശല്യം. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച 18 തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിച്ചാണ് കരടി കടന്നു കളഞ്ഞത്. കല്ലന്തോടൻ അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ തേൻ കർഷകനായ കവളമുക്കട്ടയിലെ രാജന്റെ തേൻപെട്ടികളാണ് തകർത്തത്. സ്ഥിരമായി പന്നിശല്യം ഒരു ഭാഗത്തും മറുവശത്ത് കരടി ശല്യവും കൂടിയായതോടെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കരടി ഈ പ്രദേശത്ത് നിത്യസന്ദർശകനായതോടെ പൊതുജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും ശല്യമാവുകയാണ്. രാത്രികാലങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്നവർക്കും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും കരടി ഭയം കാരണം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് കരടിയെത്തി തേൻപെട്ടികൾ നശിപ്പിച്ചത്. കരടി ശല്യം രൂക്ഷമായതോടെ വനംവകുപ്പ് അധികൃതരും ഇടപെട്ട് സത്വര പരിഹാരം കാണണം എന്നാണ് ജനകീയ ആവശ്യം. ഏലക്കല്ല്, ഉണ്ണിക്കുളം, അതുപോലെ തന്നെ പൊന്നാങ്കല്ല് ഭാഗത്തു കൂടെയൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കരടിയെ കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി എന്റെ സ്ഥലത്ത് ഇവിടെ ഈ റബ്ബറിന്റെ ഇടയിൽ പിന്നെ പുറത്തുള്ള ഒരാൾ, കവളയിലുള്ള രാജൻ എന്ന് പറയുന്ന ആള് 40ഓളം തേനീച്ചപ്പെട്ടികൾ വെച്ചിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പാടത്തേക്ക് ഇറങ്ങിയപ്പം സ്ഥിരമായിട്ട് പന്നി വരുന്നതാണ്, കവുങ്ങൊക്കെ നാശാക്കുന്നത്. അപ്പൊ അത് നാശാക്കിയിട്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ 18 തേനീച്ചപ്പെട്ടികൾ ഫുള്ള് തകർത്ത് അതിന്റെ പിന്നെ പലകളും എല്ലാം വേറെടുത്തി ആകെ നാശാക്കിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിവിടെ രാവിലെ വന്നു, അവർ നോക്കിപ്പോയി. അത് നഷ്ടപരിഹാരം എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. പക്ഷെ എന്നാലും അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് അസംബ്ലി ഇലക്ഷന്റെ മുമ്പ് ഇവിടെ ആന ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ പന്നിന്റെ ശല്യം ഭയങ്കരമാണ്. എന്ത് ചെയ്തിട്ടും പന്നിക്ക് ഒരു കാര്യമല്ല. ഇപ്പൊ ഒരു ചെറിയ കവുങ്ങും തൈകൾ 2 വർഷമായിട്ട് നമ്മളൊക്കെ നനച്ചുണ്ടാക്കി ഒരു പാകത്തിലാകുന്ന കവുങ്ങും തൈകൾ ഒരു 10, 15, 20 2 ദിവസം മുമ്പ് നാശാക്കിയിട്ടൊക്കെയാണ്. എന്നാൽ രാത്രികാല പരിശോധന നടത്തുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ്, നിലമ്പൂർ.